നോ നോ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ മിനി വ്ളോഗൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു മടി വന്നു തുടങ്ങി. വീഡിയോ എടുക്കുന്നതൊക്കെ ഈസിയാണ്, പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള എഡിറ്റിംഗ് ആണ് ശരിക്കും പണി. ക്ലിപ്സൊക്കെ അവിയൽ പരുവത്തി കിടക്കും. അതൊക്കെ സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മ്യൂസിക് ഇട്ട് വോയിസ് ഓവർ റെക്കോർഡ് ചെയ്ത് ഫൈനൽ ഔട്ട്പുട്ടായിട്ട് വരുമ്പോഴേക്കും കുറേ മണിക്കൂർ അങ്ങനെ പോകും. ചിലപ്പോൾ കിളിയൊക്കെ പറന്നെന്ന് വരാം. പുറത്ത് നിന്ന് നോക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, ജസ്റ്റ് വീഡിയോ എടുത്ത് കറങ്ങി നടക്കുന്നതല്ലേ എന്ന്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, മുൻപ് ഞാനും വ്ളോഗ്സും വീഡിയോസും കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത്. സ്വാഭാവികം. പക്ഷേ ഈ ഫീൽഡിൽ വന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായത്, ഒന്നും കാണുന്നത് പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എന്ന്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു സോഷ്യൽ നെറ്റ്വർക്കിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് വെറുതെ ഇടാറില്ലല്ലോ, എന്തെങ്കിലും എഡിറ്റ് ചെയ്യുമല്ലേ. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ഫിൽറ്ററെങ്കിലും ആഡ് ചെയ്യും, അതല്ല എങ്കിൽ ഒരു സോങ് എങ്കിലും സെലക്ട് ചെയ്യുമല്ലേ. അപ്പോൾ ഈ സോങ് സെലക്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ഒരുപാട് സമയം എടുക്കുന്നത്. ഒരു 15 മുതൽ ചിലപ്പോൾ ഒരു 20 മിനിറ്റ് വരെ നമ്മൾ സോങ് സെലക്ഷന് തന്നെ കളയും. അതുപോലെ തന്നെ ഓരോ വീഡിയോ ഇടുന്നത്. സത്യം പറഞ്ഞാൽ ഈ ലോകത്ത് ഈസി ആയിട്ടുള്ള പണി ഒന്നുമില്ല. കഷ്ടപ്പെട്ട് പണിയെടുത്താൽ മാത്രമേ അതിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ. എല്ല് മുറിയെ പണിയെടുത്താൽ പല്ല് മുറിയെ തിന്നാമെന്നാണല്ലോ. അത് അങ്ങനെ പറയുന്നതും വെറുതെ അല്ല. അതുകൊണ്ട് തന്നെ മടി വന്നാലും ടയേർഡായാലും നമ്മൾ തുടർന്ന് പോകണം. ബിക്കോസ് ഒരു ദിവസം ഈ കഷ്ടപ്പാടിൻ്റെ ഫലം കണ്ട് നമ്മൾ തന്നെ സന്തോഷിക്കും. അപ്പം നിങ്ങളും എന്നെപ്പോലെ എഡിറ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നവരാണോ എന്ന് കോമെൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. സോ ദിസ് വീഡിയോ ഈസ് ഡെഡിക്കേറ്റഡ് ടു ഓൾ ക്രിയേറ്റേഴ്സ്. എല്ലാവരും കീപ് ഗോയിങ്.